അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, നാം എപ്പോഴും അള്ളാഹുവിങ്കലേക്ക് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവേ, എൻ്റെ ആക്കിബത്ത് നീ മെച്ചമാക്കി തരണേ അല്ലാ, ആക്കിബത്ത് നീ മെച്ചമാക്കി തരണേ അല്ലാ. നമുക്ക് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം ആരെയും മുൻവിധി എഴുതാൻ പാടില്ല, ഒരു മനുഷ്യൻ്റെ ആക്കിബത്ത് എങ്ങനെ വേണമെങ്കിലും ആകാം. അള്ളാഹു നല്ലതാക്കി തരട്ടെ എന്ന് എപ്പോഴും ദുആ ചെയ്ത് കൊണ്ടിരിക്കുക. നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്നൊരു മനുഷ്യൻ ഒരുപക്ഷെ അവൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ അവനെ നോക്കിയിട്ട് ഇവൻ നരകത്തിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്ത് നടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് നാം പറയുന്നു ഇയാൾ സ്വർഗത്തിൽ തന്നെ എന്നൊന്നും ആരെയും മുൻവിധി എഴുതാൻ നമുക്ക് അവകാശമില്ല. ഒരു മനുഷ്യൻ്റെ ആക്കിബത്ത് എങ്ങനെ വേണമെങ്കിലും ആകാം. ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് മുമ്പിലുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ. സാലബയുടെയും ബർസീസയുടെയും ഒക്കെ ചരിത്രങ്ങൾ നമുക്കൊരുപാട് ഗുണപാഠങ്ങളാണ്. എങ്ങനെ വേണമെങ്കിലും ആകാം, ജീവിത ആക്കിബത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പറയുന്നത്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവേ, എൻ്റെ ആക്കിബത്ത് നീ മെച്ചമാക്കി തരണേ അല്ലാ. കാരണം അന്തിമ വിജയം ആർക്കുള്ളതാണ്? മുത്തഖീങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്കുള്ളതാണ് അന്തിമം വിജയം. അത് കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ നാം ഈ ലോകത്ത് ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു ആ കാര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ്, കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനും പറഞ്ഞത് അത് തന്നെയാണ്. എന്താണെന്നാണ്? നബിയെ അങ്ങ് ഉപദേശിക്കുക, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾക്ക് ആ ഉപദേശം ഫലം ചെയ്യിക്കും. നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആക്കിബത്ത് മെച്ചമാക്കി കിട്ടാൻ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരുവൻ, അവന് ഖബറിനെ പിന്നെ പേടിക്കണ്ട, ആഖിറത്തിനെ പിന്നെ പേടിക്കണ്ട. നാളെ ആഖിറത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ അവന് വിജയമായിരിക്കും. കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ നാവിന് അള്ളാഹു കുഴയ്ക്കാതിരിക്കട്ടെ. ആ സമയങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ എല്ലാത്തിൻ്റെയും മരുന്നാണ് ദുആ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.